In this video, you are going to see ഞങ്ങൾ എങ്ങനെ വൺ ഡേ കൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി മണാലി എക്സ്പ്ലോർ ചെയ്തു വിത്ത് ഹിമാചൽ പ്രദേശ് ടൂറിസം. ദിസ് ഈസ് ഷാരു ആൻഡ് സാജു ടു കപ്സ്. നല്ല തണുപ്പുണ്ട് കേട്ടോ രാവിലെ. കൊച്ചു സ്കൂളിൽ പോകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് മോൾ റോഡിൽ നിന്ന് അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ബസ്. ആ വെബ്സൈറ്റിൻ്റെ പേരെന്താ? HPTDC. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് സൈറ്റ് സീൻ ബസ് അതേപോലെ 2 ട്രിപ്പും കൂടെ ഉണ്ട്. അട്ടൽ ടണൽ, സിസു, പിന്നെ സൊലാങ് വാലി. ഈ ഒരു ഏരിയയിലോട്ടാണ് ഈ ബസ് സൈറ്റ് സീൻ പോണത്. വേഗം നടക്കട്ടെ, ഫുഡ് കഴിച്ചിട്ടില്ല. 9:30ക്കാണ് ബസ്. അപ്പോൾ 10-നാണ് ബസ്. 9:30ക്ക് അവിടെ ബസ് സ്റ്റാൻഡിൽ റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ വലിഞ്ഞ് കയറി നടക്കുകയാണ്. ഇവിടെ വില്ലേജിൽ നിന്ന് 100-200 മീറ്റർ നടന്നിട്ട് വേണം നമുക്ക് ആ ആഡിമ്പ ടെമ്പിളിൻ്റെ അവിടെ എത്താൻ. അവിടെ നിന്നായിരിക്കും ടാക്സി കിട്ടുക. ടാക്സി കിട്ടിയില്ലെങ്കിൽ അടിപൊളിയായി. നമുക്ക് അതിൽ കൂടെ ഇന്നലെ പോയ വഴി കൂടെ നടക്കാം. പക്ഷേ അത് നല്ല ടൈം എടുക്കും. 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടക്കാണ്ട്. പക്ഷെ നല്ല ഇറക്കമാണ്. അപ്പോൾ രാവിലെ തന്നെ സീനാവണ്ടല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലേറ്റായി കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ അങ്ങനെ ടാക്സിയിൽ കയറി പോകണം. ഇവിടുന്ന് ഒരു കുറച്ചുണ്ട്, ഒരു 2.5-3 കിലോമീറ്ററോളം ഉണ്ട്. നമുക്ക് നടക്കുവാണെങ്കിൽ മറ്റേ വഴി എളുപ്പം. ഇതൊക്കെ നടക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ചുരം പോലെ ഇറങ്ങി പോകണം. അങ്ങനെ നമ്മൾ മാൾ റോഡിലെത്തിയിരിക്കുകയാണ്. ഇതാണ് HPTDCയുടെ വെബ്സൈറ്റ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ബുക്ക് ചെയ്തതാണ്. ഞങ്ങൾക്ക് അവിടുന്ന് KSRTC എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അപ്പൂപ്പ ഉണ്ടായിരുന്നു ഇവിടുത്തെ. പുള്ളി പറഞ്ഞെന്ന് ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് ബുക്ക് ചെയ്ത് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. നമ്മൾ റൂമിൽ നിന്ന് തന്നെ ചെയ്ത് നേരെ വിട്ടു. അവിടെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ടിക്കറ്റൊക്കെ നമ്മൾ കൊടുത്ത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്യാം. 9:45 ബസ് വരും. അപ്പം നമ്മൾ ആ സമയത്ത് അതിൽ പോയി കയറിയിരിക്കാം. 10-നാണ് തോന്നുന്നു എടുക്കുക. ആ അപ്പൂപ്പൻ കണ്ടോ? പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ ഇവിടെ ഒരു കാര്യം പറയും. അതായത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ വന്ന് ടിക്കറ്റിൻ്റെ കാര്യം ചോദിച്ചു. ഇവിടുത്തെ സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരുമാതിരി ക്യാരക്ടർ എനിക്ക് തോന്നി. കാരണം അവർ ചോദിച്ചതൊന്നും പറയാൻ താല്പര്യമില്ല, ഒരുമാതിരിയായിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിന്നെ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് ഭയങ്കര മോശമായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഇവിടെ വന്നിട്ട് ഒരു അപ്പൂപ്പനെ കാണിച്ചു തന്നില്ലേ, ആ ഷോപ്പിൽ, അതേ അപ്പൂപ്പൻ ആ ഷോപ്പിൽ ഒന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി നമ്മളെ ഭയങ്കര കെയറോടെ എല്ലാം പറഞ്ഞു. അവരാണ് പറഞ്ഞത് അപ്പുറത്ത് ബുക്കിംഗ് ഉണ്ട്, ബുക്ക് ചെയ്യാൻ പറ്റും, അവിടെ പോയിട്ട് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. 600 രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ പോയി അവിടെ നിന്ന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. 500 ആണ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നമുക്ക് ആ അപ്പൂപ്പൻ്റെ കടയ്ക്ക് തന്നെ പോകാം കേട്ടോ. അതെ ഈ ഷോപ്പാണ്. നമ്മൾ ആലു പറാത്ത ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ. പിക്കിൾ, അച്ചാർ. നമ്മുടെ അച്ചാർ പോലെയല്ല, ഇതിൽ ക്യാരറ്റ്, തക്കാളി, എന്തൊക്കെയോ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ആലു പറാത്ത വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒന്നാമത് അതിനകത്ത് ആലു ചെയ്തിട്ട് അതിൽ മുളക് പൊടിയും കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെ നമ്മളുടെ ആലു പറാത്ത വിത്ത് ബട്ടർ എത്തി. എവിടെ ബട്ടർ? ബട്ടർ ഒരു ബട്ടർ തരും. അതിങ്ങനെ ആക്കുക. അപ്പോൾ അതിങ്ങനെ ആവും. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അച്ചാർ പിക്കിൾ വേണമെങ്കിൽ അത് കൊടുക്കുക, എന്നിട്ട് കഴിക്കാം. എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഒന്നും കൂടെ ഇഷ്ടമായത്. പിക്കിൾ കൂട്ടണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ അതെ ഇതാണ് നമ്മളുടെ ടൂറിസത്തിൻ്റെ ട്രാവലർ. അപ്പോൾ നമുക്ക് കയറിക്കോ. ട്രാവലിൽ കയറി. അതാണ് നമ്മളുടെ സീറ്റ് 7-8. 2 ലൈസും വാങ്ങി, ഒരു ബോട്ടിലും വാങ്ങി. ഇത് വെള്ളം ആവശ്യം വരും, നമുക്ക് ഡ്രൈ ആവും നന്നായിട്ട്. അപ്പോഴത്തേ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നിരിക്കണം. ഇവിടെ ഇത് ശരിക്ക് 4 ലൈനായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഉണ്ടായ ആ ഒരു ഫ്ലഡിൽ ഇവിടുത്തെ ഒരു റോഡ് മൊത്തത്തിൽ വെച്ച് പോയി. അതുകൊണ്ട് ഇപ്പോൾ ഒരു റോഡേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. പകുതി റോഡ് ഇതേ അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ 4 ലൈനാണ്. അതാണ് അപ്പുറത്ത് നേരത്തെ കാണിച്ചു കൊടുത്ത് ഈ റോഡിലില്ല, അത് മൊത്തം പോയായിരുന്നു. ആ കാണുന്നതൊക്കെ ആ ഫ്ലഡിൽ ഉണ്ടായതാട്ടോ. അയ്യോ, ഞങ്ങൾ ഇത്രയും വലിപ്പമുണ്ടെന്ന് വിചാരിച്ചില്ല. അവിടെ കണ്ടോ കുറേ ഫാമിലീസാ തോന്നുന്നു. മേ ബി വീട് നഷ്ടപ്പെട്ടവരാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല. കണ്ടിട്ട് അങ്ങനെ തോന്നണേ.
ഇത്രയും ഇത് മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഷോ എന്ത് സീനായിരിക്കും അല്ലേ. പോണ വഴി നോക്കിയോ, അവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കുക. जिप लाइन पॉइंट, उसके बाद रहेगा सोलंग वैली, उसके बाद अटल टनल, फिर जाएंगे सिसु, फिर जाएंगे स्नो पॉइंट कोक्सर, कोक्सर के आगे ग्राम जी. അപ്പോൾ അതെ ഇവിടുന്ന് നമ്മൾ റെൻറ്റിന് എടുത്തിട്ട് വേണം മേളിലോട്ട് പോകാൻ. നമ്മൾ റെൻറ്റിൻ്റെ അവിടെ നിന്നൊന്നും എടുത്തില്ല കേട്ടോ. ഇതിൽ ആരും എടുത്തില്ല, ഒരു കപ്പിൾ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ എന്താ അവസ്ഥ നോക്കിയിട്ട് മതി, നമ്മളിവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ മേളിലും ചിലപ്പോൾ ഉണ്ടാവും റെൻറ്റിന്. അപ്പോൾ നമുക്ക് അവിടെ സ്നോ ഉണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എടുത്താൽ മതിയല്ലോ. അതേപോലെ ഇനിയിപ്പോൾ ഇതെടുത്തൊക്കെ പോയിട്ട് അവിടെ അതിന് മാത്രമുള്ളത് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഇതൊക്കെ പാടെടുത്ത് പോകണ്ടേ. അപ്പോൾ വേറെ ആരും എടുത്തിട്ടില്ല, ഒരു കപ്പിൾ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വേണോ വേണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്കും ആയി. ഫസ്റ്റ് സ്പോട്ടെത്തി. സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സിപ്പ് ലൈനാണ്. ഇപ്പോൾ സിപ്പ് ലൈൻ ചെയ്യേണ്ടവർക്ക് ഇവിടെ സിപ്പ് ലൈൻ ചെയ്യാം. ഇതേ ഇവിടെ നമുക്ക് അങ്ങോട്ട് പോവാം, അതേപോലെ ഇങ്ങോട്ടും സിപ്പ് ലൈൻ. ഇത് എത്ര രൂപയാണ് ചോദിച്ചോട്ടെ. ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. ചോദിക്കേണ്ടി വരും അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് ഇത് 500 പെർ പേഴ്സൺ. ഫിക്സ് പ്രൈസ് 500 പെർ പേഴ്സൺ കേട്ടോ. അപ്പോൾ ദേ നമ്മളങ്ങനെ സോളൻ വാലി എത്തി. ഇവിടെ ആക്ച്വലി സ്നോ ഒന്നും വന്നിട്ടില്ല. ഇവിടെയൊക്കെ സ്നോ വന്നു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കി എന്ത് ഫീലായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെയാണ് ഈ സ്കീ സ്കേറ്റിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര വൈഡായിട്ടുള്ളൊരു ഗ്രൗണ്ടാണ്, ഒരു വാലിയാണ്. സോ അവിടെയൊക്കെ സ്നോ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. പിന്നെ ഇതേ അവിടെ ഒരു കേബിൾ കാറുണ്ട്, അങ്ങനെ അങ്ങ് മേലേക്ക് പോകുന്നുണ്ട്. പിന്നെ പാരാഗ്ലൈഡിങ് ഉണ്ട്, ഹോഴ്സ് റൈഡിങ് ഉണ്ട്. പിന്നെ ഒരു ബൈക്ക് ഉണ്ടല്ലോ, പേര് എനിക്കറിഞ്ഞൂടാ, 4 ടയറുള്ളത്. പക്ഷേ എൻ്റെ പേര് മറന്നത്. ദേ ആയിരിക്കണം ഓടിരിക്കുന്നുണ്ടോ, ഇത് കാണിച്ചുതരാം. ദേ ആ ബൈക്ക്, അതിൻ്റെ റൈഡുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് ഇവിടെ വരാം, ചെയ്യാം, അടിച്ചു പൊളിക്കാം. പിന്നെ കൂടുതൽ അഡ്വഞ്ചേഴ്സിനോട് എനിക്കങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളോട് ചെയ്യാൻ വലിയ താല്പര്യമില്ല. എനിക്ക് നല്ല താല്പര്യമുണ്ട്. നിങ്ങൾക്ക് നല്ല താല്പര്യം. മഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അട്ടാൽ ടണലിലോട്ട് ഇനി 11 കിലോമീറ്റർ. പിന്നെ ഡർച്ച, ഷിങ്കുല ടോപ്പ്, പദം, സർച്ചു, ലേ. ലേ 414 കിലോമീറ്റർ. ഒരു ദിവസം പോണ്ടേ, വൺ ഡേ പോകണം. ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്കിവിടെ കുറച്ച് കാലം സ്റ്റേ ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ വഴിയെ പറയാം, ഒന്ന് സെറ്റായിട്ട് പറയാം. अटल टनल जी 15 मिनट रुकी, फोटोग्राफी के लिए गाड़ियाँ. അപ്പോൾ ഇതേ നമ്മളങ്ങനെ അട്ടാൽ ടണലിൻ്റെ ഫ്രണ്ടിലെത്തി. അട്ടാൽ ടണൽ റോത്താങ്. ഇവിടെ ഒരു 15 മിനിറ്റ്സ് നമുക്ക് നിർത്തിത്തരും, ഫോട്ടോ എടുക്കുക. സോ നമ്മളുടെ ടണലിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയാണ് കാണാമെന്നറിയോ. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അട്ടാൽ ടണൽ ക്രോസ് ചെയ്യാൻ പോവാണ്, എൻട്രി ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓ പൊളി പൊളി. ഇത് ചന്ദ്രത്താലേക്ക് നിന്ന് വരുന്ന വെള്ളം തോന്നുന്നു. പുള്ളി അവിടുന്ന് പറയുന്നുണ്ട്. ഹിന്ദി അറിയാത്തത് കൊണ്ട് ഓരോരോ അടിപൊളി. അവിടെയൊക്കെ നല്ല സ്നോ വന്നിട്ടുണ്ട്. ഇതിനേക്കാളും വരും ഇവിടെയൊക്കെ. ഇവിടെ കംപ്ലീറ്റ് സ്നോ ആയിരിക്കും. ഇവിടെ എന്തോ റോഡ് പണിയാണ്. സോ നമ്മൾ ഒരു ഓഫ് റോഡൊക്കെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മളിത് സിസ് എത്തിയേക്കാണ്. മഞ്ഞുമല കണ്ടോ, ആ സൈഡൊക്കെ ഒരു രക്ഷയില്ല കാണാൻ, നല്ല ഭംഗിയുണ്ട്. പിന്നെ വാട്ടർഫോൾസ് കാണിച്ചു തരാം കേട്ടോ. ഇത് ആ കാണുന്നതാണ് വാട്ടർഫോൾ, സിസു വാട്ടർഫോൾ. പക്ഷേ എന്താ വെച്ചാൽ ഇതിനെ കണ്ടില്ല, കുറച്ച് വെള്ളം വീഴുന്നുണ്ട്. പക്ഷേ ബാക്കി എല്ലാം ഫ്രീസാണ്, കംപ്ലീറ്റ് ഫ്രീസായിരിക്കുക. എങ്ങനെയുണ്ട് ലൈറ്റിങ് നോക്ക്. സ്നോ കാണാൻ ഇനി വരും ഇവിടെ സ്നോ. ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ കളർ നോക്കി, എന്ത് ഭംഗിയാണ് കാണാൻ. ഈ കാണുന്നത് ചന്ദ്ര റിവറാണ്. ഇത് വരുന്നത് എവിടെ നിന്നാണ് അറിയോ? ചന്ദ്രതാൽ ലേക്ക് നിന്ന്. ഇതിലൊക്കെ എന്ത് തണുപ്പായിരിക്കും. അതിൻ്റെ കളർ കണ്ടില്ലേ, അടിപൊളി സെറ്റ്. ഇവിടെയൊക്കെ ഇനി സ്നോ വരും കേട്ടോ. സ്നോ വന്നു കഴിഞ്ഞാൽ അതെ ഇത്രയും വൈഡായിട്ട്. ഇത് മാത്രമല്ല, നമ്മൾ നിൽക്കുന്ന സ്ഥലവും മരങ്ങൾ, അത് അതിൻ്റെ ടോപ്പിലൊരു അമ്പലം തോന്നുന്നുണ്ടല്ലേ, അത് മോണാസ്ട്രി എന്തോ തോന്നുന്നു ആണ് അത്. പിന്നെ ഇതേ ഇവിടെ ഇങ്ങനെ ചുറ്റും വൈറ്റായിരിക്കും. ഏറ്റവും കൂടുതൽ നന്നായിട്ട് കാണുന്നുണ്ട് ഇവിടെ. നല്ല തിക്കിലുണ്ട് ആ സൈഡ് അല്ലേ. അപ്പോൾ ഇതേ മോമോസ് എത്തി.
ഈ ഒരു തണുപ്പത്തിന് മഞ്ഞവലയും കണ്ട് മോമോസ് എങ്ങനെയുണ്ട്? हाय नाम क्या है आपका? शारू, आपका नाम क्या? कमला देवी। कमला देवी। अच्छा नेम। ഞങ്ങളിതേ ചുമ്മാ വാഷ്റൂം തിരഞ്ഞു വന്നതാ. അപ്പം അതേ ഈ കിടക്കുന്നത് സ്നോയാ. ദേ അവിടെ നിൽക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് കണ്ടോ സ്നോ? ദോ അയ്യോ ഇത് അവിടെ നിൽക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് തൊട്ട? ഓ പ്രശ്നമൊക്കെ ഉണ്ട്. എന്ത് സ്നോയാ എന്തോ ഐസായി. ഐസ് സ്നോ കട്ട. പറയാൻ പറ്റില്ല, ഐസ് കട്ട. അതെ കട്ട, ഐസ് കട്ട. അതെ അവിടെ ഒരു തടാകമുണ്ട്. ചുമ്മാ ഒന്ന് പോയി നോക്കി വരാം. നമുക്കിവിടെ ഒന്നും അല്ലാതെ ശരിക്കില്ലേ ഇവിടെയൊക്കെ നമ്മളെ താറും കൊണ്ട് വരണം. എന്തായാലും ഞാനും ശാരും കൂടെ വരും. അയ്യോ ഇത് സ്നോ അവിടെയൊക്കെ ഇതേ ഫ്രീസായി കിടക്കുന്നുണ്ടോ? അവിടെയൊക്കെ എനിക്ക് നല്ല ഫ്രീസായിട്ടുണ്ട് തോന്നുന്നു. ഓ രക്ഷയില്ല. അവിടെയാണ് ആ സ്നോ. അതിലൊന്നും തൊടണമെന്നുണ്ടാ മറ്റേ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നില്ലേ, അത് ചുമ്മാ പൊട്ടിച്ചാലോ അതൊരു തോന്നല്. അരുൺ ബ്രോ ദേ എടുത്തോ? അയ്യോ എനിക്കൊന്നും വേണം. തെഞ്ഞോ? കിട്ടി, എനിക്കും വേണം. ഓ നല്ല തെഞ്ഞുണ്ട്. ആ പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് തലയ്ക്ക് വീണ് കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. ഓ എന്ത് ഭംഗിയല്ലേ. എടാ എനിക്കും ആ വേണോന്നോ? അല്ല ദൈസല്ലേ ആ ഒരു മിനിറ്റ്. ഒന്നാ കണ്ടാ കണ്ടാ ഒന്നാ കിട്ടി ഗൈസ് കിട്ടി. പൂന്തി പോവോ? വെള്ളായ സീനില്ലല്ലോ. അയ്യോ എൻ്റെ ഗ്ലൗസ് വീണു ഗൈസ്. തണുപ്പുണ്ട് കൈ. അയ്യോ വാക്ക് വലിച്ചു. നമ്മളങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ കോക്സർ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് കോക്സർ വില്ലേജ്. അപ്പോൾ ഇവിടെ കുറച്ച് സ്നോ ഒക്കെ കിടപ്പുണ്ട്. ഒരു മരം പോലും ഇല്ല. മൊത്തം കുറച്ച് സ്നോ അവിടെ ഉണ്ട്. ശരിയോ ആ വണ്ടി വണ്ടി ആ അവര് മേലേക്ക് കയറാനാ പറയണത്. പിന്നെന്താ വെച്ചാൽ ഇതേ ഇതിലൊക്കെ ചവിട്ടുമ്പോൾ നല്ല പണി കിട്ടും. ഇത് ഫ്രീസായതാ. ഇതിൽ ഭയങ്കര വഴുക്കി പോവാ. നീ നേരത്തെ ചവിട്ടിയില്ലായിരുന്നോ? ആ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ചവിട്ടി നോക്കിയതാ. അത്രയും വഴുപ്പാ. ഇത് സ്നോ കട്ടയതാണോ എന്നാൽ നമുക്ക് നോക്കാം. ഭയങ്കര ഹാർഡ് സ്നോ ആണെങ്കിലേ നമുക്ക് അങ്ങനെ കളിക്കാൻ ഇതൊന്നും രസം ഉണ്ടാവില്ല. നമുക്കൊന്ന് എന്തായാലും മേലേക്ക് കയറി വെക്കാം. ഇതിങ്ങോട്ട് വരുമോ? വേണ്ട വേണ്ട, കുറച്ച് അങ്ങോട്ട് പോയി കിട്ടും. വേണ്ട വീഴുണ്ടോ? വീഴണ്ട. എടാ മതി. ഡ്രീം കണ്ട സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ, അതും ആഗ്രഹിച്ച ആളുടെ കൂടെ ചേർന്ന് ഇങ്ങനെ നടക്കുമ്പോൾ. ഡ്രീം കണ്ട എല്ലാ ഡെസ്റ്റിനേഷൻസും കവർ ചെയ്യണം, ഒരുമിച്ച് ഇങ്ങനെ പോകണം. അതന്നെ ഞങ്ങളുടെ ഡ്രീം. ട്രാവൽ 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 എക്സ്പ്ലോർ. വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊച്ചിയില് വ്ളോഗില് റൂമിലിരുന്ന്. മഞ്ഞ് കാണുമ്പോ തന്നെ ഞങ്ങൾ അറിയാം പോണ്ടേ ഒരു പോണ്ടേ. സൈഡ് മഞ്ഞുമല, ഒരു സൈഡ് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള മല, നടുക്കൂടെ റോഡ്. റോഡ് കണ്ടോ? അങ്ങനെ ആ ഒരു ദിവസം ഇന്ന് വന്നു. ഏയ് ശാരിതേ മഞ്ഞെടുത്തു. മെത്തിക്കരുതാ. അവിടെ ഒരാൾ വീണു. ദൂരം നടക്കാൻ വേവാ.
സേഫാ. നടക്കുമ്പോൾ നന്നായി നോക്കി നടന്നില്ലെങ്കിലല്ല പണി കിട്ടും. അവിടെ ഇതേ ഒരാൾ വീണു, നല്ല അടുത്ത ആൾ വീണു. ഈ കാണുന്ന റോഡ് കൂടെ ഇപ്പോൾ നമ്മൾ വന്നേ. അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ ഇത് കൂടെ വരുമ്പോൾ ബ്ലാക്ക് ഐസ് കിടപ്പുണ്ടാവും. അപ്പോൾ നല്ല പണി കിട്ടും ശ്രദ്ധിച്ച് വന്നില്ലെങ്കിൽ. പ്രത്യേകിച്ച് ബൈക്ക്, കാറ് എല്ലാം കണക്കാണ്. കാരണം ഒക്കെ നമ്മൾ ഭയങ്കര കർവല്ലേ. അപ്പോൾ അത് തിരിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സ്കിഡായി പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ അതെപ്പോഴും ശ്രദ്ധിക്കണം ഇത് കൂടെ ഡ്രൈവ് ചെയ്ത് വരുവാണെങ്കിൽ.